സൂറത്തു തൗബ യുദ്ധ സന്ദർഭം വിശദമായി ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്, പരസ്യമായിട്ട്. വെല്ലുവിളി നമ്പർ 1. പിന്നെ നിങ്ങൾ പറഞ്ഞു സൂറത്തുൽ ബഖറയിലെ 191 വചനം യുദ്ധക്കളത്തിൽ അവതരിച്ചതാണ് എന്ന്. ശുദ്ധമായ കളമാണ്, പച്ചക്കള്ളമാണ്, വെള്ളം ചേർക്കാത്ത നുണയാണ്. നിങ്ങൾ ഒരാളിരുന്ന് പറഞ്ഞാലും 3 പേർ ഒരുമിച്ചിരുന്ന നുണ പറഞ്ഞാലും നുണയല്ലാതാവുന്നേ ഇല്ല. അത് ശുദ്ധമായ കളവാണ്. അത് രണ്ടും കൂടി ചേർത്ത് വെച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറുണ്ടോ അറിയിക്കുക. ഇനി ഇസ്ലാം മാനവികമാണോ എന്ന് പരിശോധിക്കാൻ ഇതിലേക്കൊന്നും പോണ്ട. ഒരു സാമൂഹ്യ വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് പരിശോധിച്ചാൽ മതി. വളരെ ലളിതമാണ്. അടിമത്തവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തിനാണ് അടിമത്തം ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം മാനവികമായ ഒരു പ്രത്യയശാസ്ത്രമല്ല എന്ന് സാധാരണക്കാരന് പോലും മനസ്സിലാവാൻ ഇതിലും പറ്റിയ ഒരു ഉദാഹരണമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഞാനിത് ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് അസ്വസ്ഥതയും ഒരു അസ്ക്യതയും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? ഡിബേറ്റിന് തയ്യാറുണ്ടോ? അടിമത്തം, ഇസ്ലാമിലെ അടിമത്തം ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? ഡിബേറ്റിന് തയ്യാറുണ്ടോ? അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. UA ടീമിനെയും വിസ്ഡം ഇസ്ലാമിക് എന്നാൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് സംഘത്തിനെയും നിച്ച് ഓഫ് ട്രൂത്തോ ആരാണെങ്കിൽ അവര് ഇസ്ലാമിലെ അടിമത്തം ചർച്ച ചെയ്യാനുണ്ടോ? സൂറത്തു തൗബ ഇസ്ലാമിക ഫാസിസത്തിന്റെ ആപ്തവാക്യമാണോ? ചർച്ചയ്ക്കുണ്ടോ? തയ്യാറായിട്ട് വരൂ. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കാനാണെങ്കിൽ സംവാദം വെക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ ഫോണിൽ കൂടി ചോദിക്കേ മെസ്സേജ് അയച്ചേ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റ് ഇട്ടാലും മതി. അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡിബേറ്റ് നടത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ വ്യവസ്ഥാപിതമായ ഒരു പരസ്യ സംവാദത്തിന് ഇസ്ലാം മത പ്രബോധന രംഗത്ത് നിൽക്കുന്ന ആദർശധീരന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ദഅവത്ത് ജിഹാദ് പോലെ ദഅവത്തിനെ പുൽകുന്ന മുഴുവൻ ഇസ്ലാമിസ്റ്റ് സംഘങ്ങൾക്ക് മുന്നിൽ ഇതാ ഒരു വെല്ലുവിളിയായി. എൻ്റെ ഈ മത വിമർശന കാലഘട്ടത്തിനിടയിൽ ആദ്യത്തെ സംവാദ വെല്ലുവിളിയായിട്ട്. മറ്റൊരു ക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, താല്പര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു ഓപ്പൺ ചലഞ്ചാണ്. വെല്ലുവിളി നിങ്ങൾക്ക് മാത്രമല്ലല്ലോ ചെയ്യാൻ പറ്റുക. നിങ്ങൾ വെല്ലുവിളിച്ചു, നമ്മൾ ജബ്ബാർ മാഷ് പങ്കെടുത്തു. അതിന്റെ മുമ്പ് ജബ്ബാർ മാഷിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് അതിനെ ഒരു ചലഞ്ചാക്കി കൺവേർട്ട് ചെയ്ത് നിങ്ങൾ കൊണ്ടുവന്നു. ജബ്ബാർ മാഷ് സംവാദത്തിന് പങ്കെടുത്തു. വേറെയും പല സംവാദങ്ങളും നടന്നു. ഞാൻ ആദ്യമായിട്ട് ഇസ്ലാമിക പ്രബോധക സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്ന വെല്ലുവിളി, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മാനവികമായ പ്രത്യയശാസ്ത്രമല്ല. സംവാദ വിഷയം അടിമത്തം. അടിമത്തമുണ്ട് എന്ന് പറഞ്ഞാൽ അടിമത്തവും മാനവികതയും കൂടി ഒരുമിച്ച് പോവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അടിമത്തം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ? ഇല്ലെങ്കിൽ ഇസ്ലാമിലുള്ള അടിമത്തം എന്തോ മഹത്തരമായ ചക്കര സാധനമാണോ അല്ലേ? ഇസ്ലാമിലുള്ള അടിമത്തമാണ് യഥാർത്ഥത്തിൽ മാനവികത എന്ന വാദമുണ്ടോ? ഏത് ആൾക്കാർക്കും വന്നിട്ട് എടുക്കാം. പിന്നെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്. ഇസ്ലാമിന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫാസിസമാണ്. വിഷയം സൂറത്തു തൗബയിലെ വചനങ്ങളും സൂറത്തുൽ ബഖറയിലെ വചനവും വേണേൽ ജം ചെയ്തിട്ടായാലും എടുക്കാം. ഇതൊരു ഓപ്പൺ ഡിബേറ്റിനുള്ള ചലഞ്ചാണ്. ഇത് സ്വീകരിക്കാൻ കെൽപ്പുള്ളവർക്ക് സ്വീകരിക്കാം. UA കുട്ടികളായാലും കുഴപ്പമൊന്നുമില്ല. സന്തോഷായില്ലേ?